അപൂർവ രോഗം പിടിപെട്ട് 6 മാസത്തിലേറെയായി അബുദാബിയിലെ ഷൈഖ് ഖലീഫ ആശുപത്രിയിൽ കഴിയുന്ന തിരുവനന്തപുരം സ്വദേശി നീതുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപൂർവ രോഗം പിടിപെട്ട ഈ കൊച്ചു സുന്ദരിയുടെ കഥ നാട്ടിലെയും പ്രവാസികളെയും ഏറെ വിഷമിപ്പിച്ചിരുന്നു. ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ടിട്ടും വലിയൊരു പുരോഗതി കാണിക്കാതിരുന്ന നീതുവിന്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യം കടന്നു വന്നിരിക്കുകയാണ്. ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ പാതയിലാണ് നീതു. ഒരുപക്ഷെ മിക്ക പ്രവാസികളും നീതുവിനു വേണ്ടി പ്രാർത്ഥിക്കുകയോ ധനസഹായം ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും വളരെ സന്തോഷം പകരുന്നതാണ് ഈ വാർത്ത. അപൂർവ രോഗം പിടിപെട്ട് 6 മാസത്തിലേറെയായി അബുദാബിയിലെ ഷൈഖ് ഖലീഫ ആശുപത്രിയിൽ കഴിയുന്ന തിരുവനന്തപുരം സ്വദേശി നീതുവിന്റെ ചികിത്സ ഉറപ്പാക്കിയിരിക്കുകയാണ് സർക്കാർ. നീതുവിനെ ഉടൻ നാട്ടിലെത്തിക്കുമെന്നും സർക്കാർ സഹായത്തിൽ തുടർ ചികിത്സ നൽകുമെന്നും മന്ത്രി EP ജയരാജൻ അറിയിച്ചു. സ്പീക്കർ P ശ്രീരാമകൃഷ്ണനും വ്യവസായ മന്ത്രി EP ജയരാജനും ആശുപത്രിയിലെത്തി നീതുവിനെ കണ്ടു. നോർക്കയുടെ സഹായത്തോടെ അടുത്ത ദിവസം തന്നെ നീതുവിനെ നാട്ടിലെത്തിക്കുമെന്ന് സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. സർക്കാർ സഹായത്തോടെ തിരുവനന്തപുരം ശ്രീചിത്രയിൽ തുടർ ചികിത്സ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. വിസിറ്റിംഗ് വിസയിൽ ഭർത്താവിനൊപ്പം അമ്മയെ കാണാൻ അബുദാബിയിൽ എത്തിയപ്പോഴാണ് നീതുവിന് ഓട്ടോ ഇമ്മ്യൂൺ എൻസെഫാലിറ്റീസ് എന്ന അപൂർവ രോഗം പിടിപെട്ടത്. തുടർന്ന് നീതുവിനെ ഖലീഫ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. പനിയുടെയും ഛർദിയുടെയും രൂപത്തിലായിരുന്നു തുടക്കം. പിന്നീട് നിർത്താതെയുള്ള അപസ്മാരമായി. 6 മാസത്തോളമായി ആശുപത്രിയിൽ കഴിയുന്ന നീതുവിന്റെ അരയ്ക്ക് താഴേക്ക് ചലനം നഷ്ടമായ അവസ്ഥയിലാണിപ്പോൾ. ചിലപ്പോഴെങ്കിലും നേരിയ ബോധം തിരിച്ചു കിട്ടുമെങ്കിലും ആൾക്കാരെ മനസ്സിലാവില്ല. സന്ദർശക വിസയിലെത്തിയ നീതുവിന് ഈ മാസം 26 വരെ UAE ചികിത്സയിൽ തുടരാൻ അനുമതിയുള്ളൂ. മകളുടെ തുടർ ചികിത്സയ്ക്ക് തുക കണ്ടെത്താനാവാതെ വിഷമിച്ച ബിന്ദുവിന് വലിയ ആശ്വാസമാണ് സർക്കാരിന്റെ ഇടപെടൽ. ഭർത്താവ് ഉപേക്ഷിച്ച ബിന്ദു 12 വർഷമായി UAE തൂപ്പ് ജോലിയെടുത്താണ് മക്കളെ പഠിപ്പിച്ചത്. ഇളയ മകളെ വിവാഹം കഴിപ്പിച്ച് 2 മാസം തികയും മുമ്പാണ് നീതുവിന് അപൂർവ രോഗം ബാധിച്ചത്. സെപ്റ്റംബർ 26 വരെ UAE ചികിത്സയിൽ തുടരാൻ അനുമതിയുള്ളൂ. നൂതന ന്യൂറോ ഫിസിയോ സൗകര്യങ്ങളുള്ള ആശുപത്രിയിലാണ് നീതുവിന് ചികിത്സ തുടരാനാവുക. തിരുവനന്തപുരം ശ്രീചിത്രയിലും എറണാകുളം അമൃതയിലുമാണ് ഈ സൗകര്യങ്ങൾ നിലവിലുള്ളത്. ലക്ഷങ്ങൾ വേണ്ടിവരും ചികിത്സയ്ക്കും മരുന്നിനും. 7 മാസമായി ജോലിക്ക് പോകാനാകാതെ മകൾക്കൊപ്പമാണ് ബിന്ദു. ഇതിനകം 3.5 കോടിയിലധികം രൂപയുടെ ചികിത്സ UAE നീതുവിന് ലഭിച്ചതായി ബിന്ദു പറഞ്ഞു. അതെല്ലാം സൗജന്യമായാണ് സർക്കാർ ലഭ്യമാക്കിയിരുന്നത്. അതിനുള്ള നന്ദിയും തുടർ ചികിത്സയ്ക്കുള്ള ആശങ്കയെക്കുറിച്ചുമാണ് ഇപ്പോൾ ഇവരുടെ ചിന്ത മുഴുവനും. EP ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. പ്രവാസി വ്യവസായികളുടെ നിർദ്ദേശങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനുമാണ് അബുദാബിയിലേക്ക് എത്തിയത്. ഇതിനിടെ മാധ്യമ വാർത്തയിലൂടെയാണ് തിരുവനന്തപുരം സ്വദേശിയായ നീതുവിന്റെ അസുഖത്തെക്കുറിച്ച് അറിഞ്ഞത്. അമ്മയെ കാണാൻ സന്ദർശക വിസയിൽ ഭർത്താവിനൊപ്പം അബുദാബിയിലെത്തിയ നീതുവിന് ഓട്ടോ ഇമ്മ്യൂൺ എൻസെഫാലിറ്റീസ് എന്ന അപൂർവ രോഗം പിടിപെടുകയായിരുന്നു. 6 മാസമായി ഷൈഖ് ഖലീഫ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. അരയ്ക്ക് താഴേക്ക് ചലനം നഷ്ടമായ അവസ്ഥയിലാണിപ്പോൾ. ഭർത്താവ് ഉപേക്ഷിച്ച ബിന്ദു 12 വർഷമായി UAE തൂപ്പ് ജോലിയെടുത്താണ് മക്കളെ പഠിപ്പിച്ചത്. മകളുടെ തുടർ ചികിത്സയ്ക്ക് തുക കണ്ടെത്താനാവാതെ വിഷമത്തിലായിരുന്നു കുടുംബം. വിസ കാലാവധി പ്രകാരം നീതുവിന് ഈ മാസം 26 വരെ മാത്രമാണ് അബുദാബിയിൽ തങ്ങാൻ അനുമതിയുള്ളത്. ഈ സാഹചര്യത്തിൽ നോർക്ക വഴി നാട്ടിലെത്തിക്കുന്നതിന് നടപടി സ്വീകരിച്ചു. ഒപ്പം സർക്കാർ സഹായത്തോടെ തിരുവനന്തപുരത്തെ ശ്രീചിത്ര ആശുപത്രി തുടർ ചികിത്സയും നടത്തും. സ്പീക്കർ ശ്രീരാമകൃഷ്ണനും കൂടെയുണ്ടായിരുന്നു. നീതുവിന് എത്രയും വേഗം സുഖം പ്രാപിക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി വാർത്ത.